കണ്ണൂരിൽ സദാചാര കൊലപാതകമുണ്ടായി എന്ന ആരോപണമുയർന്ന വിഷയത്തിൽ പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളോട് സംസാരിക്കും. സാഹചര്യം ഉണ്ടാവില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ സൂയിസൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് സൂയിസൈഡ് നോട്ടിൽ വളരെ വിശദമായി പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കേസിൻ്റെ തുടർന്നുള്ള അന്വേഷണത്തിൽ അന്നേ ദിവസം അവിടേക്ക് വന്നിരുന്ന ആൾക്കാരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. അവരുടെ കൈവശത്ത് നിന്നും പോലീസ് അതിന് ഉപോത്ബലകമായിട്ടുള്ള ഡിവൈസസ് ഒക്കെയും റിക്കവർ ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ ഇതുവരെ 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ആ സമയത്ത് അവിടേക്ക് വന്നിരിക്കുന്ന ആൾക്കാരിലേക്ക് കൂടുതലായിട്ടുള്ള ആൾക്കാരുടെ റോള് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ അന്നേ ദിവസം ഈ 3 പേര് കൂടാതെയുള്ള ആൾക്കാരും അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതിൽ കൂടുതലായിട്ട് വസ്തുതകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ ഈ മരണപ്പെട്ട സ്ത്രീയുടെ സുഹൃത്തായിട്ടുള്ള ഒരു റഹീസുണ്ട്. ആ റഹീസിന് കൂടുതലായിട്ട് പോലീസിന് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അവരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രതികളിൽ ഒരാൾ ഇതിലെ സ്ത്രീയുടെ ബന്ധു കൂടിയാണ്. ബാക്കിയുള്ള അയാളുടെ സുഹൃത്തുക്കളും ഒക്കെ ചേർന്നിട്ടാണ് അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഭീഷണിപ്പെടുത്തൽ അല്ലാത്തൊരു രീതിയിലേക്ക് സംസാരിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് മരിക്കേണ്ടി വരില്ല എന്നുള്ളൊരു സാഹചര്യമാണ് സൂയിസൈഡ് നോട്ടിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇവരെല്ലാവരും ഭീഷണിപ്പെടുത്തുകയും അടിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തെ പറ്റിയിട്ടാണ് സൂയിസൈഡൽ നോട്ടിൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. അതിനെപ്പറ്റി കൂടുതലായിട്ട് അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഉണ്ട് ഉണ്ട് ഇല്ല, ഈ സുഹൃത്തിനെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടോ ഇതിൽ ഏതെങ്കിലും രീതിയിലേക്ക് ഈ കേസിലേക്ക് ആ സുഹൃത്ത് കാരണമാണോ ഞാൻ മരണപ്പെടുന്നത് എന്നുള്ളത് ഈ സൂയിസൈഡ് നോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ആംഗിൾ പോലീസ് പരിശോധിക്കും. ആത്മഹത്യാക്കുറിപ്പിൽ എത്തരത്തിലുള്ളൊരു പരാമർശം നമ്മൾ കണ്ടിട്ടില്ല. അതുകൂടാതെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇതുവരെ എടുത്തിരിക്കുന്ന നടപടിക്ക് ഉപോത്ബലകമായിട്ടുള്ള തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ സാമ്പത്തികപരമായിട്ടുള്ള ഏതെങ്കിലും ആരോപണങ്ങൾ കുടുംബത്തിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യങ്ങളും കൂടെ പോലീസ് പരിശോധിക്കും. പക്ഷേ ഇതുവരെയുള്ള അന്വേഷണത്തിൽ അത്തരത്തിലുള്ള ഒരു കാര്യമുള്ളതായിട്ട് പോലീസ് മനസ്സിലാക്കി. ഈ ഇതിലെ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നുള്ള ഫോണും ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഫോണും എല്ലാം തന്നെ പോലീസ് റിക്കവർ ചെയ്തിട്ടുണ്ട്. അത് പ്രതികളുടെ കൈവശത്തു നിന്നാണ്. അതിനെ പറ്റിയിട്ടാണ് ഇനി കൂടുതലായിട്ടുള്ള പരിശോധന വേണ്ടുന്നത്. ആ സ്ഥലത്തേക്ക് ആരൊക്കെ വന്നിട്ടുണ്ട്, ഇതിൽ ആരൊക്കെ ഈ സ്ത്രീയെ അപമാനിക്കുന്ന രീതിയിലേക്കുള്ള സാഹചര്യങ്ങളിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം ആവശ്യമാണ്. നമ്മുടെ അന്വേഷണത്തിൽ അവരുടെ സൂയിസൈഡ് നോട്ട് പ്രകാരവും ഈ അവിടെ നടന്നിരിക്കുന്ന സംഭവങ്ങളെ പറ്റിയിട്ടുള്ള പിന്നീടുള്ള അന്വേഷണത്തിൽ നമ്മൾക്ക് മനസ്സിലാവുന്നത് ഇത് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് അതിൻ്റെ ഇടയിലേക്ക് ഇൻ്റർവ്യൂ ചെയ്ത് വന്നിട്ട് ഉണ്ടാക്കിയ പ്രശ്നങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതലായിട്ട് പരിശോധിക്കാം. കാരണം ഇതൊരു ഈ പറഞ്ഞിരിക്കുന്ന കേസിൽ നടന്നിരിക്കുന്നതിൽ ഈ കുട്ടിയുടെ ബന്ധുവായിട്ടുള്ള ആൾക്കാരുണ്ട്, അതോടൊപ്പം തന്നെ അവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്ക് വേറെ ഏതെങ്കിലും തരത്തിലേക്കുള്ള ഭീഷണികൾ ഈ കുട്ടിയെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷണത്തിന്റെ പിന്നീടുള്ള ഭാഗത്ത് നമ്മൾ കൊണ്ടുവരേണ്ടതാണ്. നമ്മൾ ആ ഒരു വിഷയത്തെ പറ്റിയിട്ട് കൂടുതലായിട്ട് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇനീഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നമ്മളും മനസ്സിലാക്കുന്നത്. പക്ഷെ അതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള വ്യക്തത നമുക്ക് വരുത്തേണ്ടത്. കണ്ണൂരിൽ യുവതിയുടെ ആത്മഹത്യയിലാണ് ഇപ്പോൾ കുടുംബത്തിന്റെ ആരോപണം തള്ളിക്കൊണ്ട് പോലീസ് രംഗത്തുന്നത്. ഒരു സദാചാര കൊലയല്ല എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. ആൺ സുഹൃത്തിന്റെ ചില പെരുമാറ്റ രീതികളൊക്കെയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നത് കുടുംബം പറയുമ്പോൾ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന പ്രതികൾക്കെതിരെ കൃത്യമായ തെളിവുണ്ട് എന്നുള്ളതാണ് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയത്.